അങ്ങനെ ഒരു തൊള്ള പറയുന്ന ഒരുത്തനുണ്ട്. അവൻ ഇതൊക്കെയാണ്. ഇവരൊക്കെ കൂടി CPM-ന്റെ വിവിധ കമ്മിറ്റികളിൽ കയറി കഞ്ചാവ് വലിക്കാരൻ ഉയർന്ന നേതാവായി. പിന്നെ എറണാകുളത്ത് നിന്നൊരു സത്വം വന്നിട്ടുണ്ട്. ഓൻ എങ്ങനെയാന്ന് വെച്ചാൽ ഫുള്ളായിട്ട് കഞ്ചാവ് അടിക്കും. ഇങ്ങനെ നിവർന്ന് നിൽക്കില്ല, അടുത്ത് നിൽക്കുന്ന ആളുടെ മേൽ ചാരിയിട്ടാണ് നിൽക്കുക. കാരണം എപ്പോഴാണ് വീഴുക എന്ന് പറയാൻ പറ്റില്ല. ചാരി കണ്ടില്ലേ, ഫോട്ടോ കണ്ടില്ലേ, ചാരി നിന്നിട്ടാവും എൻ്റെ പ്രസംഗം. ഈ ധിക്കാരവും തണ്ടും ധിക്കാരവും കൊലവിളിയും ഒക്കെ നടത്തുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങൾക്കെതിരായി പറയുമ്പോൾ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ഞങ്ങളുടെ തടിമിടുക്കിൻ്റെ പവർ കൊണ്ടല്ല, ഞങ്ങളെയൊക്കെ ജീവനെ പോലെ സ്നേഹിക്കുന്ന, ഞങ്ങൾക്കൊക്കെ രക്ഷാകവചമൊരുക്കാൻ ശേഷിയുള്ള 100 കണക്കിന് വരുന്ന സഖാക്കളുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം മെച്ചപ്പെടാൻ ബലാരിഷ്ടം കഴിക്കണ്ട. ഇത് മനസ്സിലാക്കിയില്ലെങ്കിലോ ബലാകുളിച്ചാതി എണ്ണട്ടിട്ട് ആഴ്ചകളോളം കിടക്കേണ്ടി വരും കേട്ടാ. ബലാകുളിച്ചാതി എണ്ണട്ടിട്ട് ആഴ്ചകളോളം നിങ്ങൾക്ക് ചികിത്സിക്കേണ്ടി വരും. ഭീഷണി ഒന്നും ഇങ്ങോട്ടെടുക്കല്ലേ. എത്ര കാലായടോ ഈ പണിയായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്? നിങ്ങൾ എന്താ ധരിച്ച്? വർഷങ്ങളെത്രയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ ചെങ്കൊടിയായിട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്? ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ടാ നിന്ന്, ആത്മാഭിമാനം പണയപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെല്ലാം അങ്ങനെയാ. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് കാണിച്ചു തരാ ശരിപ്പെടുത്തി കളയും. ശരിപ്പെടുത്തി തരാൻ ഞങ്ങളെങ്ങനെ നിന്ന് തരിക നിങ്ങൾക്ക്? ആ തോന്നലൊക്കെ അവിടെ മനസ്സിൽ വെച്ചാൽ മതി. ഇങ്ങനെ പിന്നെപ്പോ ഇതൊരു കാട്ടിക്കൂട്ടുന്ന ഈ തെമ്മാടിത്തരങ്ങളുണ്ടല്ലോ, ഈ തെമ്മാടിത്തരങ്ങളൊക്കെ അനുസരിക്കുന്നവർക്ക് മാത്രമേ പാലക്കാട് ജില്ലയിലെ CPIM-ൽ നിൽക്കാൻ പറ്റൂ. എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നായ്ക്കളെ കിട്ടും, പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോ സ്റ്റേറ്റ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അര വാക്ക് പറയില്ല. പക്ഷെ സ്റ്റേറ്റ് നേതൃത്വം ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തയ്യാറാകണം. സംസ്ഥാന സെക്രട്ടറിക്ക് എത്ര പരാതി കൊടുത്തു, അനങ്ങിയില്ല. ഇവിടെ ഞാൻ പറയട്ടെ, പാർട്ടി ഭിന്നിച്ചു പോവുകയാണ്, പാർട്ടി കൂടുതൽ ശോഷിച്ചു വരികയാണ്. ഈ അവസ്ഥയിൽ പാലക്കാട് ജില്ലയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ടേ? ഇവിടെ ഇടപെടണ്ടേ? സംസ്ഥാന സെക്രട്ടറി ഇടപെടണ്ടേ? ഇവിടെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.